അതാട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഞാൻ പറഞ്ഞില്ല ചെറുപയർ കൂട്ടാനാട്ടോ. തുള്ളി എണ്ണയും പരത്തിട്ടോ. ഞാൻ ചിലവർക്ക് എണ്ണ വരട്ടണം, ചിലവർക്ക് എണ്ണ വരട്ടണ്ട കേട്ടോ. അപ്പം ഇന്ന് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ എണ്ണ ലേശം ഇങ്ങനെ വെട്ടിച്ച് കൊടുക്കും. പിന്നെ നീര് പൊരിച്ച ചിലവർക്ക് ഇതേപോലെ ഇഷ്ടമില്ല. അപ്പോൾ പല ആൾക്കാരും ഇവിടെ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യല് കേട്ടോ. എണ്ണ വരട്ടി ഞാൻ 2-3 നാളിന് എണ്ണ വരട്ടാത്തത് ഉണ്ടാക്കും. ഞാൻ നയിക്കും തിന്നും. പിന്നെ ആരാ തിന്നുന്നു ചിലവരധികം തിന്നുന്നല്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ ഇതട്ടോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി. 2 തരം ചപ്പാത്തി കേട്ടോ. ഇത് എണ്ണ വരട്ടാത്തത്. ഇപ്പം ഇതിൻ്റെ അടിയിൽ ഇതുണ്ട് എണ്ണ വരട്ടിയതുണ്ട് കേട്ടോ. അപ്പോൾ പല ആൾക്കാരും ഇവിടെ പല വിധമാണ്. 4 ആൾക്കാരുണ്ട്. 4 ആൾക്കും ഇക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല. മതി കാക്കാക്ക് എണ്ണ വരട്ടണം, ഒരാൾക്ക് മോനിക്ക് എണ്ണ വരട്ടണ്ട. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ചെറുപയർ ഞാൻ ആദ്യം വേവിച്ചു. തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഈ ഗ്യാസൊക്കെ ഉണ്ടെച്ചാണ് പോയിക്കോളും. എന്നിട്ട് അത് വെന്തതിൻ്റെ ശേഷം ഒരു വെല്ലുള്ളിയുടെ ഒരു കഷ്ണം, പിന്നെ കടുക് ആദ്യം പൊട്ടിച്ചതിൻ്റെ ശേഷം അത് ചെറുതാക്കി നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. അത് മൂത്തതിൻ്റെ ശേഷം അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് നല്ലോണം ഒന്നാണ്ട് ഇളക്കി. എന്നിട്ട് അതിലേക്ക് ഇതാണ് വേവിച്ചത് ഒഴിച്ചു കേട്ടോ. അപ്പം എന്നിട്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് പൊട്ടിച്ചു. കരിവേപ്പിൻ്റെ ഇല ഇട്ടു കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ചപ്പാത്തിയിലേക്ക് അടിപൊളി കറിയാണ്. കോഴിക്കറി, പിന്നെ കോഴിക്കറി മുട്ടക്കറിനൊക്കെ ജോയിൻ്റ് ഇതാട്ടോ. പിന്നെ എന്താ പറയുക, പത്തിരിക്കും നല്ല രസമാണ്. ഇപ്പം ഇവിടെ ചിലവർക്കൊന്നും ഇഷ്ടമല്ല. ഇനിയിപ്പം തന്നെ ബാക്കിയും തന്നെ ഉള്ളൂ കേട്ടോ കറി. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യും. എന്നും താത്ത അപ്പം കൊണ്ടാണ് കലക്കിപ്പയറിന് അപ്പം കൊണ്ടാണ് വരികയാണ്. എളുപ്പപ്പണി അതാണ്. അപ്പം ഇനിയിപ്പോൾ അത് അടുത്ത കലാപരിപാടി തുടങ്ങും കേട്ടോ. തുടക്കുക, അടിക്കുക, തിരുമ്പുക. ഇനിയിപ്പോൾ ഇതൊക്കെ പെരഞ്ഞ പാത്രങ്ങളും ഇതൊക്കെ ഒരുപാട് കഴുകാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകട്ടെ താത്ത കേട്ടോ. അപ്പം ഇനി നാളെ വേറൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.